ചെറുപ്പത്തിന്റെ പ്രസരിപ്പോടെ ലോകകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ട US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വൈറ്റ് ഹൌസിലെ ഒരു ജീവനക്കാരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ പേരിൽ ഇംപീച്ച്മെന്റിന് വിധേയനായത് അമേരിക്കൻ ജനാധിപത്യ സംവിധാനത്തിന്റെ സുതാര്യതയും ദൃഢതയും വെളിവാക്കിയ സംഭവമാണ്. വൈറ്റ് ഹൌസ് ജീവനക്കാരി മോനിക്ക ലെവൻസ്കി എന്ന യുവതിയുമായുള്ള അവിഹിത ബന്ധം നിഷേധിച്ച് കള്ളസാക്ഷ്യം നൽകിയതിനും നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനുമാണ് ബിൽ ക്ലിന്റനെ അമേരിക്കൻ ജനപ്രതിനിധി സഭ 1998 ഡിസംബർ 19 ഇംപീച്ച് ചെയ്തത്. ഇതേ തുടർന്ന് വിചാരണ നടത്തിയ US സെനറ്റ് ക്ലിന്റന്റെ വിശദീകരണങ്ങളിൽ തൃപ്തരായി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് ക്ലിന്റൺ അധികാരമൊഴിഞ്ഞത്. ക്ലിന്റൺ മോനിക്ക ബന്ധത്തിന്റെ നിറം പിടിപ്പിച്ച കഥകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. പ്രഗത്ഭരായ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നിരയിൽ സ്ഥാനം പിടിക്കാൻ അർഹതയുണ്ടായിരുന്ന ക്ലിന്റന് വ്യക്തിജീവിതത്തിലെ പാളിച്ച മൂലം കളങ്കിതൻ എന്ന പേരുദോഷത്തോടെ ശിഷ്ടകാലം കഴിയേണ്ടി വന്നു. ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരു പൊതുജന സേവകനെ പെരുമാറ്റ ദൂഷ്യത്തിന് ഒരു നിയമനിർമ്മാണ സഭ കുറ്റപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. രാജ്യദ്രോഹം, അധികാര ദുർവിനിയോഗം, വിശ്വാസവഞ്ചന, കൈക്കൂലി, രാഷ്ട്രീയ അതിക്രമം തുടങ്ങിയ കുറ്റങ്ങൾക്ക് അമേരിക്കയിൽ ഭരണാധികാരികളെ ഇംപീച്ച് ചെയ്യാം. അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാനുള്ള അധികാരം ജനപ്രതിനിധി സഭയ്ക്കും കുറ്റവിചാരണ നടത്തി ശിക്ഷിക്കാനോ വെറുതെ വിടാനോ ഉള്ള അധികാരം സെനറ്റിനുമാണ്. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടതിനു ശേഷം അധികാരത്തിലെത്തിയ ആൻഡ്രൂ ജോൺസണാണ് അമേരിക്കയിൽ ആദ്യമായി സെനറ്റിന്റെ ഇംപീച്ച്മെന്റ് വിചാരണ നേരിടേണ്ടി വന്ന പ്രസിഡന്റ്. സെനറ്റ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഇംപീച്ച്മെന്റ് വിചാരണയ്ക്ക് വിധേയനാകുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് ബിൽ ക്ലിന്റൺ. അമേരിക്കയുടെ 42ാമത്തെ പ്രസിഡന്റായ ക്ലിന്റന്റെ ഔദ്യോഗിക കാലാവധി 1993 ജനുവരി മുതൽ 2001 ജനുവരി വരെയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിൽ ഒരു ഇന്റേൺ ആയി മോനിക്ക ലെവൻസ്കി 1995 എത്തുന്നതോടെയാണ് അവിഹിത ബന്ധത്തിന്റെ തുടക്കം. ലെവിസ് ആൻഡ് ക്ലാർക്ക് കോളേജിൽ നിന്ന് ബിരുദം നേടിയ മോനിക്ക ലെവൻസ്കി വൈറ്റ് ഹൌസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെയാണ് US പ്രസിഡന്റിന്റെ സ്റ്റാഫ് അംഗം ആകുന്നത്. വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും വൈറ്റ് ഹൌസിൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. വൈറ്റ് ഹൌസിലെത്തുമ്പോൾ മോനിക്കയ്ക്ക് പ്രായം 22 വയസ്സ്. പ്രസിഡന്റ് ക്ലിന്റന് 49 വയസ്സും. ഭാര്യ ഹില്ലരിയും കൗമാരക്കാരിയായ മകൾ ചെൽസിയയും ക്ലിന്റനൊപ്പം അപ്പോൾ വൈറ്റ് ഹൌസിൽ താമസിക്കുന്നുണ്ട്. ക്ലിന്റന്റെ ഔദ്യോഗിക രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഹില്ലരി പിന്നീട് പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ കീഴിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഹില്ലരി. ഇന്റേൺ ആയി എത്തിയ മോനിക്ക ലെവൻസ്കി പിന്നീട് വൈറ്റ് ഹൌസിലെ ഓഫീസ് ഓഫ് ലെജിസ്ലേറ്റീവ് അഫയേഴ്സിൽ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടു. ക്ലിന്റണും മോനിക്കയും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം വ്യക്തിപരമായ അടുപ്പമായി വളർന്നു. പ്രസിഡന്റിനൊപ്പം മോണിക്ക കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വൈറ്റ് ഹൌസ് അധികൃതർ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലേക്ക് മോനിക്കയെ സ്ഥലം മാറ്റി. എങ്കിലും ക്ലിന്റണും മോനിക്കയും തമ്മിലുള്ള ബന്ധം തുടർന്നു. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസഡറായിരുന്ന ബിൽ റിച്ചാർഡ്സണോട് അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ മോനിക്കയെയും ഉൾപ്പെടുത്തണമെന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് നിർദ്ദേശം വന്നു. ഇതനുസരിച്ച് റിച്ചാർഡ്സൺ മോനിക്കയെ ഇന്റർവ്യൂ നടത്തി ജോലി വാഗ്ദാനം ചെയ്തു. മോനിക്ക ആ ജോലി വാഗ്ദാനം നിരസിക്കുകയാണുണ്ടായത്.
ക്ലിന്റൺ മോനിക്ക ബന്ധത്തിന്റെ പുറത്തറിയാത്ത പല വിവരങ്ങളും റിച്ചാർഡ്സന് അറിയാമെന്ന് പലരും കരുതുന്നു. മോനിക്കയുടെ സുഹൃത്തും വൈറ്റ് ഹൌസിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരിയുമായ ലിൻഡ ട്രിപ്പിനോട് ക്ലിന്റനുമായുള്ള തന്റെ ബന്ധത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ക്ലിന്റൺ നൽകിയ സമ്മാനങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കണമെന്ന് മോനിക്കയെ ലിൻഡ ഉപദേശിച്ചു. ക്ലിന്റന്റെ സ്രവം പുരണ്ട മോനിക്കയുടെ നീല ഉടുപ്പ് കഴുകി ഉണക്കരുതെന്നും അതൊരു ഇൻഷുറൻസ് പോളിസി പോലെയാണെന്നും ലിൻഡ ഓർമ്മപ്പെടുത്തി. മോനിക്ക തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു പുസ്തക പ്രസാധന ഏജന്റായ ലൂസിയാന ഗോൾഡ്ബർഗുമായി പങ്കുവച്ചു. ക്ലിന്റനുമായി ബന്ധപ്പെട്ട് മോനിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യണമെന്ന് അവർ ലിൻഡയെ ഉപദേശിച്ചു. പിന്നീട് മോനിക്കയുമായുള്ള ഫോൺ സംഭാഷണങ്ങൾ ലിൻഡ രഹസ്യമായി റെക്കോർഡ് ചെയ്തു. 1997 അവസാനമായപ്പോഴേക്കും ക്ലിന്റൺ മോനിക്ക ബന്ധത്തിന്റെ വിവരങ്ങൾ പലതും ലൂസിയാന ഗോൾഡ്ബർഗ് മാധ്യമങ്ങൾക്ക് നൽകാൻ തുടങ്ങി. പൗള ജോൺസ് കേസ് പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ സമയത്താണ്. ആർക്കൻസസ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിയായിരുന്ന പൗള കോർബിൻ ജോൺസ് ബിൽ ക്ലിന്റനെതിരെ നൽകിയ ലൈംഗികാതിക്രമ പരാതിയാണിത്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 1991 മെയ് 8-നാണ്. ആർക്കൻസസ് ഗവർണറാണ് അന്ന് ക്ലിന്റൺ. ലിറ്റിൽ റോക്കിലെ എക്സൽസിയർ ഹോട്ടലിൽ നടന്ന ഗവർണറുടെ ആനുവൽ ക്വാളിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കാൻ പൗള ജോൺസും എത്തിയിരുന്നു. പൗളയോട് ഹോട്ടലിൽ ഗവർണറുടെ മുറിയിലേക്ക് ചെല്ലാൻ സ്റ്റേറ്റ് ഓഫീസിലെ ഒരംഗം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഹോട്ടൽ മുറിയിൽ ചെന്ന തന്റെ മുന്നിൽ വെച്ച് ക്ലിന്റൺ സ്വയം വിവസ്ത്രനായി എന്നാണ് പൗളയുടെ പരാതി. 1994 ദി അമേരിക്കൻ സ്പെക്ടേറ്റർ എന്ന മാഗസിനിൽ ഈ സംഭവം അച്ചടിച്ചു വരുന്നതുവരെ പൗള ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. സംഭവം വാർത്തയായതോടെ പൗള $7.5 ലക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ക്ലിന്റനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകി. ലൈംഗികാതിക്രമങ്ങൾ നടന്നാൽ 3 വർഷത്തിനകം പരാതി നൽകണമെന്നാണ് അമേരിക്കയിലെ വ്യവസ്ഥ. ആ കാലാവധി തീരാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പൗള പരാതി നൽകുന്നത്. US സുപ്രീം കോടതി വരെ ഈ കേസ് എത്തി. എങ്കിലും 1998 നവംബർ 13-ന് കേസ് ഒത്തുതീർപ്പാക്കി. പൗള ജോൺസിനും അഭിഭാഷകർക്കും കൂടി $8.5 ലക്ഷം ക്ലിന്റൺ നൽകിയാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. ക്ലിന്റൺ നഷ്ടപരിഹാരം നൽകിയത് അദ്ദേഹം തെറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് പൗള പറഞ്ഞു. പൗള ജോൺസ് കേസിന്റെ അവസാന ഘട്ടത്തിൽ മോനിക്ക ലെവൻസ്കിയെയും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ബിൽ ക്ലിന്റനും താനും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് മോനിക്ക ഈ കേസിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇത് ലിൻഡ ട്രിപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ലിന്റനുമായുള്ള ബന്ധത്തെപ്പറ്റി മോനിക്ക തന്നോട് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത ടേപ്പ് ലിൻഡ ഇൻഡിപെൻഡന്റ് പ്രോസിക്യൂട്ടറായ കെന്നത്ത് സ്റ്റാറിന് കൈമാറി. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയല്ലാതെ US കോൺഗ്രസിന് നേരിട്ട് റിപ്പോർട്ട് നൽകുന്നവരാണ് ഇൻഡിപെൻഡന്റ് പ്രോസിക്യൂട്ടർമാർ. വൈറ്റ് വാട്ടർ വിവാദം, വൈറ്റ് ഹൌസ് FBI വിവാദം, വൈറ്റ് ഹൌസ് ട്രാവൽ ഓഫീസ് വിവാദം എന്നിങ്ങനെ പ്രസിഡന്റ് ക്ലിന്റൺ ഉൾപ്പെട്ട നിരവധി വിവാദങ്ങൾ കെന്നത്ത് സ്റ്റാർ അന്വേഷിക്കുന്ന സമയമാണത്. ആർക്കാൻസസിലെ വൈറ്റ് നദീതീരത്തുള്ള സ്ഥലം വികസിപ്പിച്ച് വിൽപ്പന നടത്തുന്നതിന് രൂപീകരിക്കപ്പെട്ട വൈറ്റ് വാട്ടർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഗവർണർ ബിൽ ക്ലിന്റനും ഭാര്യ ഹില്ലരിയും അവരുടെ ചില ബിസിനസ് പങ്കാളികളും വൻതോതിൽ നിക്ഷേപം നടത്തി എന്ന ആരോപണമാണ് വൈറ്റ് വാട്ടർ വിവാദം. ക്ലിന്റന്റെ ഭരണകാലത്ത് വൈറ്റ് ഹൌസിൽ പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗം മേധാവിയായ ഹേഗ് ലിവിങ്സ്റ്റൺ 100 കണക്കിന് വ്യക്തികളെ പറ്റിയുള്ള വിവരങ്ങൾ അമേരിക്കൻ ഫെഡറൽ അന്വേഷണ ഏജൻസിയായ FBI-യിൽ നിന്ന് നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചു എന്നതാണ് വൈറ്റ് ഹൌസ് FBI വിവാദം.
വൈറ്റ് ഹൌസിലെ ട്രാവൽ ഓഫീസിൽ ക്ലിന്റണും ഹിലരിക്കും വേണ്ടപ്പെട്ടവരെ നിയമിക്കാനായി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ 7 ദീർഘകാല ജീവനക്കാരെ പിരിച്ചുവിട്ടതാണ് ട്രാവൽ ഓഫീസ് വിവാദത്തിന് ആധാരം. ബിൽ ക്ലിന്റണുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്ന സൂചനയുള്ള മോനിക്കയുടെ ഫോൺ സംഭാഷണത്തിന്റെ ടേപ്പ് കിട്ടിയതോടെ പ്രോസിക്യൂട്ടർ കെന്നത്ത് സ്റ്റാർ ഈ ആരോപണം കൂടി ഉൾപ്പെടുത്തി പൗള ജോൺസ് കേസ് വിപുലമാക്കി. ക്ലിന്റൺ മോനിക്ക ബന്ധത്തിന്റെ വാർത്ത മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ക്ലിന്റൺ അത് നിഷേധിച്ചു. വിവാദം മുറുകിയതോടെ ഭാര്യ ഹില്ലരിയോടൊപ്പം വൈറ്റ് ഹൌസിൽ പത്രസമ്മേളനം നടത്തി ക്ലിന്റൺ ആരോപണം വീണ്ടും നിഷേധിച്ചു. ഈ വിവാദത്തിലുടനീളം ഹില്ലരി ഭർത്താവിന് ശക്തമായ പിന്തുണയാണ് നൽകിയത്. ക്ലിന്റണുമായുള്ള ബന്ധത്തെപ്പറ്റി മാധ്യമങ്ങളോട് സംസാരിക്കാനോ കോടതിയിൽ മൊഴി നൽകാനോ മോനിക്കയും തയ്യാറായില്ല. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1998 ജൂലൈ 28 കഥ മാറി. കോടതിയിൽ മൊഴി നൽകിയാൽ അതുമായി ബന്ധപ്പെട്ട ശിക്ഷയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം കിട്ടുന്ന ട്രാൻസാക്ഷണൽ ഇമ്മ്യൂണിറ്റി മോനിക്കയ്ക്ക് ലഭിച്ചു. ഇതോടെ ക്ലിന്റനെതിരെ ഗ്രാൻഡ് ജൂറിക്ക് മുമ്പാകെ മോനിക്ക മൊഴി നൽകി. ബിൽ ക്ലിന്റനുമായി 9 തവണ താൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മോനിക്ക പറഞ്ഞു. സ്രവം പുരണ്ട നീല ഉടുപ്പും അവർ അന്വേഷകർക്ക് മുമ്പാകെ ഹാജരാക്കി. വസ്ത്രത്തിലെ സ്രവ സാമ്പിളുകളും ക്ലിന്റന്റെ രക്തവും ഒത്തുനോക്കിയ DNA പരിശോധനയിൽ അവ മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തെളിഞ്ഞു. ക്ലിന്റൺ പലവട്ടം നിഷേധിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് മോനിക്കയുമായി ശാരീരിക ബന്ധം ഉണ്ടായിരുന്നതായി വ്യക്തമായി. മോനിക്കയുമായി തനിക്ക് ശാരീരിക ബന്ധം ഉണ്ടായിരുന്നതായി 1998 ഓഗസ്റ്റ് 17 ക്ലിന്റൺ ഗ്രാൻഡ് ജൂറിക്ക് മുമ്പാകെ മൊഴി നൽകി. അന്ന് വൈകുന്നേരം ടെലിവിഷനിലൂടെയും അദ്ദേഹം അത് ഏറ്റുപറഞ്ഞു. അമേരിക്കയിലെ പൊതുജന ശ്രദ്ധ തിരിച്ചുവിട്ട മറ്റൊരു സംഭവം ഇതിനിടെയുണ്ടായി. ആഫ്രിക്കൻ രാജ്യങ്ങളായ ടാൻസാനിയയുടെ തലസ്ഥാനമായ ഡാരസലാമിലെയും കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലെയും അമേരിക്കൻ എംബസികളിൽ 1998 ഓഗസ്റ്റ് 8 വലിയ കാർ ബോംബ് ആക്രമണങ്ങൾ നടന്നു. രണ്ടിടങ്ങളിലുമായി 220 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനു തിരിച്ചടിയായി അമേരിക്ക ഓഗസ്റ്റ് 20 അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് നഗരത്തിലും സുഡാനിലെ അൽഷിഫ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിലും ക്രൂസ് മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ക്ലിന്റൺ മോനിക്ക വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ആരോപിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള പ്രചരണവുമുണ്ടായി. ക്ലിന്റൺ ഭരണകൂടം പലസ്തീനെ സഹായിക്കുന്നത് തടയാനായി നിയോഗിക്കപ്പെട്ട ജൂത ഏജന്റാണ് മോനിക്ക ലെവൻസ്കി എന്നായിരുന്നു ആ പ്രചാരണം. മോനിക്കയുമായി തനിക്ക് ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് പൗള ജോൺസ് കേസിൽ ക്ലിന്റൺ മൊഴി നൽകിയിരുന്നു. എന്നാൽ പുതിയ മൊഴിയുടെയും തെളിവുകളുടെയും പശ്ചാത്തലത്തിൽ ക്ലിന്റന്റെ അന്നത്തെ മൊഴി കള്ളസാക്ഷ്യമാണെന്ന് പ്രോസിക്യൂട്ടർ കെന്നത്ത് സ്റ്റാർ നിരീക്ഷിച്ചു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളസാക്ഷ്യം നൽകിയതിന് ആർക്കൻസസിലെ ജില്ലാ ജഡ്ജി സൂസൻ വെബർ റൈറ്റ് ക്ലിന്റന് $90,000 പിഴ ശിക്ഷ വിധിച്ചു. ക്ലിന്റൺ ഇതിനെതിരെ അപ്പീലിന് പോയില്ല. എന്നാൽ ലൈംഗിക ബന്ധം സംബന്ധിച്ച് കോടതി നേരത്തെ നൽകിയിട്ടുള്ള നിർവചന പ്രകാരം തന്റെ മൊഴി ശരിയാണെന്ന വാദം അദ്ദേഹം ആവർത്തിച്ചു. ക്ലിന്റനെതിരെയുള്ള പ്രോസിക്യൂട്ടറുടെയും കോടതിയുടെയും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ് അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിലേക്ക് നയിച്ചത്.
ക്ലിന്റന്റെ ഡെമോക്രാറ്റിക് പാർട്ടി 1998 ഡിസംബറിൽ US കോൺഗ്രസിന്റെ ഇരുസഭകളിലും ന്യൂനപക്ഷമായിരുന്നു. ക്ലിന്റൺ കോടതിയിൽ കള്ളസാക്ഷ്യം നൽകിയതും മോനിക്കയുടെ മൊഴിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച് നീതി നിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചതും പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിന് മതിയായ കാരണങ്ങളാണെന്ന് പ്രതിപക്ഷ കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി കുറ്റപ്പെടുത്തി. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചിലരും ഇതിനോട് യോജിച്ചു. അങ്ങനെ US പ്രതിനിധി സഭ ക്ലിന്റനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കി. ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ ക്ലിന്റനെതിരെ 21 ദിവസത്തെ വിചാരണ സെനറ്റിൽ നടന്നു. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ സെനറ്റിൽ ഹാജരാകുന്ന അംഗങ്ങളിൽ 2/3 പിന്തുണ ആവശ്യമുണ്ട്. അതായത് 100 അംഗ സെനറ്റിൽ 67 പേരുടെ പിന്തുണ ലഭിച്ചാലേ ഇംപീച്ച്മെന്റ് നടപ്പാവൂ. ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് അനുകൂലമായി 45 മുതൽ 50 വരെ വോട്ടാണ് വിവിധ ഘട്ടങ്ങളിൽ ലഭിച്ചത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങളും ക്ലിന്റനെ അനുകൂലിച്ചു. അങ്ങനെ അദ്ദേഹം സെനറ്റിൽ കുറ്റവിമുക്തനായി. പ്രസിഡന്റിനെ ശാസിക്കുന്ന പ്രമേയം കൊണ്ടുവരാൻ പിന്നീട് ജനപ്രതിനിധി സഭയിൽ ശ്രമമുണ്ടായെങ്കിലും അതും വിജയിച്ചില്ല. ക്ലിന്റണ് കാലാവധി തീരും വരെ അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞെങ്കിലും മോനിക്ക ലെവൻസ്കി വിവാദം 2000 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിച്ചു. ക്ലിന്റന്റെ വൈസ് പ്രസിഡന്റായിരുന്ന അൽ ഗോർ ആയിരുന്നു 2000 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. വിവാദം പാർട്ടി അണികളുടെ ഉത്സാഹം കുറച്ചെന്നും തന്റെ വിജയത്തെ ബാധിച്ചെന്നും അൽ ഗോർ കുറ്റപ്പെടുത്തി. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിൽ അൽ ഗോറും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോർജ് ബുഷും ഏറെക്കുറെ തുല്യനിലയിലായിരുന്നു. ഫ്ലോറിഡ സംസ്ഥാനത്തെ വോട്ടുകൾ വീണ്ടും എണ്ണിയപ്പോഴാണ് ബുഷ് നേരിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. ഫ്ലോറിഡയിൽ അൽ ഗോർ ജയിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള ഫലസൂചനകൾ. മോനിക്ക വിവാദം മൂലം ക്ലിന്റൺ ആർക്കൻസസിലും ന്യൂ ഹാംഷയറിലും പ്രചാരണത്തിന് എത്തിയിരുന്നില്ല. ക്ലിന്റൺ പ്രചാരണം നടത്തിയിരുന്നെങ്കിൽ ഇവിടങ്ങളിലും ഡെമോക്രാറ്റുകൾക്ക് അനുകൂല ജനവിധി ഉണ്ടാകുമായിരുന്നെന്നും അൽ ഗോർ പ്രസിഡന്റാകുമെന്നുമായിരുന്നു വിലയിരുത്തൽ. വിവാദം മോനിക്കയ്ക്ക് താരപരിവേഷം നൽകി. പരസ്യ മോഡലായും മറ്റും അവർ പ്രവർത്തിച്ചു. മോനിക്ക സ്റ്റോറി എന്ന പേരിൽ 1999 പുറത്തിറങ്ങിയ ജീവചരിത്രത്തിൽ മോനിക്ക വിവാദത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി 2005 ലണ്ടനിലേക്ക് പോയതോടെ മോനിക്ക മാധ്യമ ശ്രദ്ധയിൽ നിന്ന് അകന്നു. 2014 ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായി അവർ അമേരിക്കയിൽ തിരിച്ചെത്തി. ബിൽ ക്ലിന്റന്റെ ആത്മകഥ മൈ ലൈഫ് 2004 പുറത്തിറങ്ങി. ഈ പുസ്തകത്തിൽ കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും അദ്ദേഹം നുണ ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് ഒരു അഭിമുഖത്തിൽ മോനിക്ക കുറ്റപ്പെടുത്തി. തങ്ങളുടേത് എല്ലാ തലത്തിലും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നും മോനിക്ക വെളിപ്പെടുത്തി. നേതാക്കളുടെ സ്വകാര്യ ജീവിതത്തിലെ ചെറിയ കളങ്കങ്ങൾ പോലും അവരുടെ ഭരണനിർവഹണത്തെയും രാഷ്ട്രീയ ഭാവിയെയും എപ്രകാരം ബാധിക്കും എന്നതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ക്ലിന്റൺ മോനിക്ക വിവാദം.